വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. ചെറിയ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അയ്യാ ചൂട്. വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് ചൂടാറിപ്പോയി. വരുന്നു എന്റെ പിതാശ്രീ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചൊരു ബിസി ഡേയാ. അതായത് ബിസി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലഞ്ച് പോലും കഴിക്കാൻ സമയം കിട്ടിയില്ല. ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് വന്ന, അപ്പം ലഞ്ചൊന്നും കഴിച്ചില്ല. ഇപ്പം മണി 4:15 ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ഏത് സ്ഥലമാണെന്നറിയോ? നമ്മുടെ വൈറ്റില പാലം ഉണ്ടല്ലോ, വൈറ്റില പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളൊരു കഫേയാണ് ഫ്രൂട്ട് കോഫി എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളേ ആയുള്ളൂ അതിനെക്കുറിച്ച് കേട്ടിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയുണ്ട്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ അച്ഛനും കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷം നമുക്ക് കാണാം. ഒരു കോസി ഫീലൊക്കെ കിട്ടുന്ന ഒരു കഫേ ആണ് കേട്ടോ ഫ്രൂട്ട് കോഫി. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ, ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആടയൊക്കെ ചെയ്യാം. അത് കൊള്ളാല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വൈറ്റില പാലത്തിന്റെ താഴെ ആയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് അകത്തോട്ട് തരാം. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഹലോ, വിശക്കുന്നുണ്ടോ? അമ്മയാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അറ്റ്ലീസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കഴിച്ചു, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. സോ നമ്മുടെ ഐസ്ഡ് മോക്ക വന്നിട്ടുണ്ട്. അപ്പം കുടിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സ്ട്രോങ് കോഫിയുടെ ടേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. വിശന്നിരുന്നായിരുന്നു. അടിപൊളി. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്, അതായത് സ്ട്രോബെറി ഫ്രൂട്ട് കോഫി. ഈ കഫേയുടെ പേര് പോലെ തന്നെ ഫ്രൂട്ട് കോഫി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. കൊള്ളാം. നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. വെച്ചോ. കൊള്ളാം. നല്ല റിഫ്രഷിങ് ടേസ്റ്റ് കേട്ടോ. അടിപൊളി. താങ്ക് യു. ഇനി ബാക്കിയുള്ള ഫുഡ് കഴിച്ചിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. ഇതാ നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ഇവിടെ ബ്രോസ്റ്റഡ് ചിക്കനും കിട്ടും, ഫ്രൈഡ് ചിക്കനും കിട്ടും. നമ്മളൊരു 2 പീസ് വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ലാറ്റ ഉണ്ട്. പിന്നെ അത് ഒരു ബാർബിക്യൂ റാപ്പാണ് കേട്ടോ, ബാർബിക്യൂ ചിക്കൻ റാപ്പ്. പിന്നെ ഒരു പെരി പെരി ചിക്കൻ റാപ്പ്. എനിക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാണ്, കുറച്ചെടുത്ത് നോക്കാം ആദ്യം. അയ്യാ ചൂട്. കുറച്ചുണ്ട്. ആവി മാറുന്നത് കേട്ടോ. നല്ല ചൂടാണ്. കൈ ചെറുതായിട്ട് പൊള്ളിയെങ്കിലും നമ്മൾ അതിലൊന്നും തളരും. അപ്പോൾ കുറച്ച് ചിക്കനും അതിൻ്റെ മയനൈസും കൂടെ ഡിപ്പും കൂടെ ചെയ്തോളൂ. It's absolutely good. നന്നായിട്ടുണ്ട്.
ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ചിക്കൻ ആട്ടോ. അത് തന്നെ അകത്തോട്ട് ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ എരിവൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ ഡിപ്പും കൂടെ ചെയ്ത് ആ ഡിപ്പും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളി. അതൊരു എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇത് ബണ്ണും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലോട്ട് പോവാം. ഇത് BBQ ചിക്കൻ റാപ്പാണ് കേട്ടോ. അതായത് ഇതിനകത്ത് ചിക്കൻ ക്യൂബ്സ്, ബാർബിക്യൂ ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ചീസ് ഉണ്ട്, പിന്നെ വെജീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഇവിടെ മയോണൈസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കെച്ചപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഡിപ്പ് ചെയ്യുന്നില്ല, അല്ലാതെ ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. ആ വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. കൊള്ളാം. നല്ല എന്താ പറയുക, ചീസി ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ ചീസി ആയിട്ട് ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഐറ്റംസിലാണ് ഞാൻ ചീസി ഉദ്ദേശിച്ചത്, അല്ലാതെ ചീസി അല്ല. ഫുഡ് ഐറ്റംസിൽ ഇങ്ങനെ ചീസൊക്കെ വെച്ചിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. കൊള്ളാം കേട്ടോ, നല്ല റാപ്പ്. അപ്പോൾ ആ ടോട്ടലിയൊക്കെ നല്ല സോഫ്റ്റ് ടോട്ടലിയാണ്. ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കൊള്ളാം. അതിൻ്റെ കൂടെ കുറച്ച് ചിപ്സും ഉണ്ട് കേട്ടോ. ഇത് കഫേ ലാറ്റയാണ്. നല്ല ഇതായിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കേണ്ട ധൃതിയിൽ ചൂടാറിപ്പോയി. അവർ കൊണ്ടുവന്നപ്പോൾ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് ചൂടാറിപ്പോയി. പക്ഷെ നല്ല കോഫിയാണ്. കോഫി സൂപ്പർ. ഇത് പെരി പെരി ചിക്കൻ റാപ്പ്, പെരി പെരി ചിക്കൻ പീസസ്, ചീസ്, വെജീസ് ഇതെല്ലാം ഉണ്ട്. കഴിച്ചു നോക്കാം നമുക്ക്. നല്ല റാപ്പാണ്. ടേസ്റ്റ് ഗുഡ്. സൂപ്പർ. ദോ വരുന്നു എൻ്റെ പിതാശ്രീ. വഴി തെറ്റിയിട്ടാണ് വരും. ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഇച്ചിരി മാറിപ്പോയി. ഫലൂഡ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ഇപ്പൊ വന്നത്. ഇതുവരെ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഫലൂഡ ഉണ്ട്, അത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് വരുക. ഹലോ. ഇതാണ് മാംഗോ മാജിക് ഫലൂഡ. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ കേട്ടോ, കാരണം ഈ കഴിച്ചപ്പോൾ തന്നെ വേറൊക്കെ ഫുള്ളായി. അപ്പൊ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു നോക്കി, എന്നിട്ട് 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിനിയിപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങുമെന്ന് ആലോചിക്കുന്നത്. എവിടെ നിന്ന് എടുത്താലും താഴെ വീഴുമെന്നാണ് തോന്നുന്നത്. നമുക്ക് മേളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം താഴോട്ട് താഴെ വീഴും, ഞാൻ പറഞ്ഞു വീഴും. ഫസ്റ്റ് സ്പൂൺ തന്നെ താഴെ വീഴും. കൊള്ളാം. മാംഗോ ഐസ്ക്രീം, മാംഗോ പീസസ് ഉണ്ട്. താഴോട്ട് പോയാലേ അറിയത്തുള്ളൂ ഫുൾ എങ്ങനെ ഉണ്ടെന്ന്. ടേക്ക് 2. ഇപ്രാവശ്യം താഴെ വീഴാതിരുന്നാൽ മതി. ഓക്കെ, എടുക്കും. കിട്ടി. താഴെ പോയില്ല. കൊള്ളാം കേട്ടോ. മുകളിൽ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നട്ട്സ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് മുകളിലിട്ടിട്ടുണ്ട്. ബദാം ഉണ്ട്, പിന്നെ പിസ്ത ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ മാംഗോ പീസസ് ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ശരിക്കുള്ള ഫ്രൂട്ടും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ. കൊള്ളാം. അകത്തോട്ട് ഇവിടെ ഇതേക്കണ്ടോ, നല്ല കോൺഫ്ലേക്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്രഞ്ചി കേട്ടോ, അടിപൊളി. ഈ ഫലൂഡ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഫലൂഡ കാരണമാണ് അച്ഛൻ വന്നിരുന്നു. അച്ഛൻ ഇതിനകത്തുനിന്ന് ആ കൂടെ 2 സ്പൂണേ കഴിക്കത്തുള്ളൂ. ബാക്കി ഞാനും അമ്മയും കൂടെ വേണം കഴിക്കാൻ. അതാണ് ഒരെണ്ണം വാങ്ങിച്ചത്. ഓൾറെഡി വേറെ ഫുള്ളായിട്ടിരിക്കാം. ഇനി ഇതൊന്ന് കഴിക്കട്ടെ.
ഞങ്ങളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്ത ഐറ്റംസിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്, ബാക്കിയുള്ളത് നമുക്കറിയത്തില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം നന്നായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. സ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് എരിവുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ മെനുവിലൊക്കെ വരുന്നത് ബർഗേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, പിന്നെ റാപ്സ് ഉണ്ട്. ഇതൊക്കെ ചിക്കനും ബീഫും പിന്നെ ഫിഷിനും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട് മിൽക്സ് ഉണ്ട്, കോഫീസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് കോഫി, ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൂട്ട് കോഫി ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഐസ്ഡ് കോഫി, ഞാനിപ്പോൾ കുടിച്ച ഐസ്ഡ് കോഫീസ് അവൈലബിൾ ആണ്. പിന്നെ യോഗട്ട് സ്മൂത്തീസ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫലൂഡാസ് ഉണ്ട് കേട്ടോ. അപ്പം കുറേ ടൈപ്പ് ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫ്രൂട്ട് കോഫിയുടെ ലൊക്കേഷൻ വരുന്നത് വൈറ്റില പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.